ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് പഴയ സാരി കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ടോപ്പ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടോപ്പാണ്, നല്ല മോഡേൺ ടോപ്പാണ്. അപ്പോൾ നമുക്ക് അലമാരയിലൊക്കെ നമ്മൾ അമ്മമാരെയും ഉമ്മമാരെയൊക്കെ സാരികളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എടുത്തിട്ടുണ്ട് പോകുന്നുള്ളൂ കേട്ടോ. അത് ഈ മോഡൽ ടോപ്പാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റിച്ചിങ് വീഡിയോ ഇല്ല, കട്ടിങ് വീഡിയോ ആണ്. സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് പാർട്ട് 2 ആയിട്ട് ഇടാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുക്കുന്ന സാരി. അതൊരു പഴയ ഒരു സാരിയാണ് കേട്ടോ, അധികം കട്ടിയൊന്നും ഇല്ലാത്തൊരു സാരിയാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം, ഇതിൻ്റെ അരവശം, ഇതിൻ്റെ മറ്റേ മുന്താണി ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അത് നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് അരഭാഗത്തു നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്താണി പല സാരിക്കും പല വർക്കുകളാണല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കണം കേട്ടോ. നമുക്ക് ഒരേപോലത്തെ പീസാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിവശം ഒന്ന് ലെവലാക്കാനായിട്ട് ഒരു സ്കെയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഭാഗം ഉണ്ടല്ലോ ഒന്ന് ഒപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഭാഗം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ ടോപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ബോഡി പാർട്ടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം ഒരുപാട് നമ്മൾ പൊക്കിളിൻ്റെ അതുവരെ നമുക്ക് ഇറക്കം വേണ്ട, നമ്മളുടെ ബ്രസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് അതുവരെയൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 13 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ അളവിനേക്കാളും 1 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കണം, കാരണം നമുക്ക് ഷോൾഡർ കൂട്ടാൻ ഒരു 1/2 ഇഞ്ച് വേണം. പിന്നെ അടിയിൽ നമുക്ക് ഞെറിവിന് തുണി കൊടുക്കുമ്പോൾ അവിടെയും ഒരു 1/2 ഇഞ്ച് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ 1 ഇഞ്ച് ടോട്ടലി കൂട്ടിയിട്ടിട്ട് 13ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 14 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വണ്ണം മാർക്ക് ചെയ്യണം ഞാൻ. അപ്പോൾ നമ്മുടെ വണ്ണത്തിനേക്കാളും 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നമുക്ക് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ അരവണ്ണം ടോട്ടൽ അരവണ്ണം എടുത്തിട്ട് അതിൻ്റെ പകുതി എടുക്കുക, വീണ്ടും അതിൻ്റെ പകുതി, അങ്ങനെ നമുക്ക് ടാപ്പ് ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ 4/1 ഭാഗം നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ 40 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് എന്നുണ്ടെങ്കിൽ ടാപ്പ് 4 പ്രാവശ്യം മടക്കി കഴിഞ്ഞാൽ 10 കിട്ടും. അങ്ങനെയാണ് എടുക്കുക കേട്ടോ. 36 ഇഞ്ചാണെങ്കിൽ അതേപോലെ നമുക്ക് 36ൻ്റെ നേരെ മടക്കി കൊടുക്കുക. വീണ്ടും ആ മടക്കി കിട്ടിയതിൻ്റെ വീണ്ടും ഒന്നും കൂടി മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ താഴ്വശത്തേക്കും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 9 ഇഞ്ചും വീണ്ടും ഞാനൊരു 2 ഇഞ്ച് അങ്ങോട്ടും തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് ഇടാൻ ആരും മറക്കരുത്, ഇടാൻ മറന്നു കഴിഞ്ഞാൽ നമ്മൾ അളവൊക്കെ തെറ്റിപ്പോകും കേട്ടോ. അപ്പം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനോട് കൂടി തന്നെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ ഞാൻ ലൈനായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്ക് എടുക്കുന്നത് 3.25 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഷോൾഡർ മാർക്ക് ചെയ്ത് നമ്മൾ ഷോൾഡർ കറക്റ്റ് അളവ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഷോൾഡറിൻ്റെ അളവിൻ്റെ കൂടെ, നെക്കിൻ്റെ കൂടെ വേണ്ട. ഷോൾഡർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടി കൊടുക്കണം. അത് നമ്മുടെ തയ്യൽ തുമ്പിനായിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്, നെക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിവശത്ത് താഴ്വശത്ത് നമുക്ക് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഒന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് അവിടെ നിന്ന് ഒരു ഷേപ്പ് വരച്ചെടുക്കാനായിട്ടാണ്. ഇതേപോലെ ഒന്ന് നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഞാനിപ്പോൾ അവിടെ 1/2 ഇഞ്ച് കൂടി കൂട്ടി 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിൽ നിന്ന് നമ്മൾ ഷോൾഡർ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ നിന്നിട്ട് നേരെ ഒരു കൈക്കുഴി പോലെ ആ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ വളച്ചുകൊണ്ട് ആ താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൈക്കുഴി. ഇത് നമ്മൾ സാധാ ടോപ്പിന് വെട്ടുന്ന പോലെയല്ല കൈക്കുഴി. ഇത് ടോട്ടൽ മൊത്തത്തിൽ നമുക്കിതിൻ്റെ ബോഡി പാർട്ട് മൊത്തം നമ്മുടെ കൈക്കുഴിയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിതിൻ്റെ സ്ലീവ് വരും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലൂടെയായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ. ഇനി നമ്മളിതിന് തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി, കൂടുതൽ ഇടണ്ട. കാരണം നമുക്കിത് കൈക്കുഴിയാണിത്. അപ്പോൾ നമുക്ക് കൈ വെക്കുമ്പോൾ ഒരുപാട് തയ്യൽ തുമ്പ് വേണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും ഞാനൊരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ആ തയ്യൽ തുമ്പിൽ കൂടെ വേണത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഒരുപാട് തയ്യൽ തുമ്പ് ഇടരുത്, കാരണം നമ്മൾ സ്ലീവാണ് ഇവിടെ വെക്കുന്നത്, അല്ലാതെ ബോഡി ഷേപ്പ് ചെയ്യുന്ന ഭാഗമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ്, ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പീസായിട്ടാണ് വെട്ടിയിട്ടുള്ളത്, കാരണം നമുക്ക് സാരി ഒരുപാട് കണ്ട് വലിച്ച് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരറ്റത്തു നിന്ന് ഒരു ഭാഗം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി കയറ്റിയിട്ടിട്ട് ഒരു ഭാഗം കൂടി ബോഡി പാർട്ട് ബാക്ക് സൈഡും കൂടി വെട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ഫ്രണ്ട് മാത്രമേ വെട്ടിയത്. ഇനി നമ്മൾ ആദ്യം വെട്ടിയ പീസ് ഉണ്ടല്ലോ അത് തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരെ നമുക്ക് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ഒരു പീസും കൂടി കേട്ടോ.
കാരണം ഇങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് ഒരുപാട് തുണി വേസ്റ്റായി പോവില്ല. അത് മാത്രമല്ല വലിയ സാരി ആകുമ്പോൾ നമുക്ക് അതിങ്ങനെ മടക്കി വലിച്ചിട്ട് നാലാക്കി മടക്കുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ വെട്ടി വന്നത് കേട്ടോ. അപ്പോൾ ഇതേ അളവിൽ തന്നെ നമുക്ക് ബാക്ക് സൈഡും വെട്ടിയെടുക്കാം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാക്കും ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഒരു ലൈനിങ് വേണം, കാരണം തീരെ കനം കുറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് തുണി കിട്ടുന്നതിൽ നിന്ന് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഇപ്പം തന്നെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഭാഗത്തേക്കൊന്നും തുണി കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. കാരണം ഇതിൻ്റെ ഈ കസവ് കരയൊന്നും നമ്മൾ എടുക്കുന്നില്ല, അതൊക്കെ ഒഴിവാക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ മടക്കി ആ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ വെട്ടിയ ഭാഗത്ത് ഇങ്ങനെ കയറ്റിറക്കുള്ള പീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്കൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വെട്ടിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട് ഒരു തെറ്റത്തുനിന്ന് കേട്ടോ. നമ്മൾ മറ്റേ വെട്ടിക്കളഞ്ഞതിൻ്റെ ബാക്കി ഭാഗത്തു നിന്നാണ് അതുപോലെ 4ആക്കി മടക്കി. ഇതിൻ്റെ കൈ വെക്കുന്ന ഭാഗം ഞാൻ ഫോൾഡ് ഭാഗമാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ബോഡി പാർട്ട് വെട്ടിയതുണ്ടല്ലോ, അതെടുത്തിട്ട് വേണം ഇതിന് അളവ് എടുക്കാനായിട്ട്. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് സ്ലീവിന് തുണി വേണം, കാരണം നമ്മളെ കൈക്കുഴി ഒരുപാട് വലുതാണ്. അങ്ങനെ ലൂസുള്ള കൈയാണ് നമ്മുടെ ഈ ടോപ്പിന് വരുന്നത്. അപ്പോൾ ലെങ്ത്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കസവ് കര വേണ്ട കേട്ടോ, അത് ഒഴിവാക്കുകയാണ്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് മാർക്ക് ചെയ്യാം നമുക്ക് സ്ലീവ്. അതിന് മുന്നേ നമ്മുടെ കൈക്കുഴി എത്ര വരുന്നുണ്ടെന്ന് നമുക്കങ്ങനെ വളച്ച് പിടിച്ചുകൊണ്ട് ടാപ്പ് വെച്ച് നോക്കണം കേട്ടോ അളവ്. അപ്പോൾ ഞാൻ ഇതേപോലെ ടാപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 18 ഇഞ്ചോ എന്തോ കിട്ടിയിട്ടുണ്ട്. ഇനി അതേ കറക്റ്റ് അളവ് തന്നെ നമുക്ക് ഈ തുണിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ തുണി 4ആക്കിയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അതേ അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിവിടെ തയ്യൽ തുമ്പിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ അളവിൽ വേണം നമുക്ക് കൈ വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ ഇനി നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കറക്റ്റ് അളവ് തന്നെ നമുക്ക് സ്ലീവിനായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നേരെ നമുക്ക് താഴേക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ആ അറ്റത്ത് വരച്ചിട്ടുണ്ടല്ലോ, ഇവിടെ നിന്നിട്ട് താഴേക്ക് ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് കുഴിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ആ 2.5ലേക്ക് ഇതേപോലെ ഒന്നുകൊണ്ട് ഷേപ്പാക്കി വരച്ചെടുത്താൽ മതി. ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2.5 മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്നിട്ട് താഴേക്ക് സ്ലീവിൻ്റെ താഴത്തേക്ക് ഒരു ഷേപ്പ് പോലെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഒരുപാട് താഴത്തേക്ക് ചെറുതാക്കരുത്, കാരണം നമുക്ക് താഴേക്ക് ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് പട്ട വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് തയ്യൽ തുമ്പ് ഇടുന്നില്ല കേട്ടോ. കറക്റ്റ് ഈ അളവ് തന്നെ മതി, കാരണം ഒരുപാട് നമ്മൾ ലൂസിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ സാരിയൊക്കെ നമ്മൾ അലമാരയിൽ ഇങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ വെട്ടി അടിച്ച് നോക്കും കേട്ടോ. നമുക്ക് ജീൻസ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ ഓരോ മാർക്ക് കൊടുക്കാം. താഴത്ത് നമുക്ക് ഇതേപോലെ ചുരുക്കിയിട്ടിട്ട് നല്ല വീതിയുള്ള പട്ട വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ബോഡി പാർട്ട് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ലീവും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്ലീവ് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ വെച്ച് നോക്കുക. ഒരു ഇഞ്ചോളം നമുക്ക് താഴത്തേക്ക് എക്സ്ട്രാ ബാലൻസ് കിടന്നോട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ബോഡി പാർട്ടിൽ നമ്മൾ സ്ലീവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ 2 ഭാഗം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് ഇതിൻ്റെ താഴത്തേക്കുള്ള ഞെറിവിനുള്ള തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മുന്താണി ഭാഗം ഉണ്ടല്ലോ സാരിയുടെ, ആ ഭാഗം നമുക്കൊന്ന് വെട്ടിക്കളയാം കേട്ടോ. ഈ ഭാഗത്തുനിന്ന് ഞാൻ ബോഡി പാർട്ടിനുള്ള ലൈനിങ് വെട്ടുന്നുണ്ട്, അല്ലാതെ നമുക്ക് ബാക്കി തുണിയൊന്നും ഇതിൽ നിന്ന് കിട്ടില്ല. കാരണം അത്യാവശ്യം ലൂസിൽ കിടക്കുന്ന ഒരു ടോപ്പാണല്ലോ നമ്മൾ തയ്ക്കുന്നത്. അതിന് ഇതിൻ്റെ കരയൊക്കെ ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. കാരണം നമുക്കിതിൻ്റെ ഞെറിവിനുള്ള തുണി വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കരകളൊന്നും വേണ്ട. ഇപ്പോൾ 2 സൈഡിൽ നിന്നുള്ള കരകളും ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് പ്ലെയിനാക്കി ഇട്ടിട്ടുണ്ട് തുണി. ഇനി നമുക്ക് എത്രത്തോളം താഴേക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കുക. നമ്മളെ ടോപ്പിന് സ്ലിറ്റ് ഇടാനായിട്ട് അത്രയും ലെങ്ത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ. ഞാനതിപ്പോൾ 4ആക്കി മടക്കിയിട്ടിട്ടാണ് ഈ സാരി എടുക്കുന്നത് കേട്ടോ. അതാണ് നമുക്ക് നീളം കുറവായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ ഒപ്പാക്കി വെട്ടാനായിട്ട് ഇതുപോലെ നമുക്ക് 4ആക്കി മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ലെങ്ത്തൊക്കെ. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിലൊരു വെട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നീർത്തിയിട്ട് ഇതിൻ്റെ എന്താ പറയുക 2ആക്കി നിവർത്തി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. കാരണം 2 സൈഡിലേക്കും നമുക്ക് ഞെറിക്കായിട്ട് പീസ് വേണം, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും. അപ്പോൾ ഒരു സാരിയിൽ നിന്നും നമുക്ക് ഒരുപാടൊന്നും ഞെറിവിനായിട്ട് തുണി കിട്ടുന്നില്ല, എന്നാൽ
നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ ഞെറിവിട്ട് കൊടുക്കുക കേട്ടോ, എത്രത്തോളം കിട്ടും എന്നുള്ളത് നോക്കിയിട്ട്. ഇനി ഇതിൻ്റെ മുന്താണി ഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ഇതിൻ്റെ ലൈനിങ്ങിനായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ വേറെ ഭാഗത്തുനിന്ന് നമുക്ക് ലൈനിങ് കിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് വേണം നമുക്ക് ലൈനിങ് വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ടോപ്പിന് നമുക്ക് എക്സ്ട്രാ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല, പുറത്തുനിന്ന് നമ്മൾ തുണി വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല, നമ്മളെ സാരിയിൽ നിന്ന് തന്നെ നമുക്ക് ലൈനിങ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൈക്ക് ഒരു കുഞ്ഞൊരു പട്ട വേണം. ഒരു 4 ഇഞ്ച് വീതിയിൽ ഞാൻ ഒരു പട്ട വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടില്ലേ, ഇതേപോലെ ചുരുക്കിട്ടിട്ട് ഈ പട്ട വെച്ച് മടക്കിയടിക്കാനുള്ളതാണ് കേട്ടോ സ്ലീവ്. അപ്പോൾ അതിനുള്ളൊരു 4 ഇഞ്ച് വീതിയിൽ ഞാനൊരു പട്ട 2 വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ബോഡി പാർട്ടിന് ഇതേപോലെ കണ്ടില്ലേ, ഞാൻ നീർത്തി കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ബോഡി ഭാഗം. ഈ കൈക്കുഴിയിൽ മൊത്തം നമ്മൾ സ്ലീവ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ നമ്മളെ മുന്താണി ഭാഗത്തുനിന്ന് ലൈനിങ്ങും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ലീവായി, ബോഡി പാർട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിയിലേക്കുള്ള ഞെറിവിനുള്ള തുണി അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടത് നെക്കാണ്. അപ്പോൾ നെക്ക് ഞാനിത് വി നെക്കാണ് ഇതിന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വി നെക്ക് നമുക്ക് ക്യാൻവാസിൽ വെട്ടിയെടുക്കാം. അപ്പോൾ ക്യാൻവാസ് ഇതുപോലെ സെൻറ്റർ മടക്കിയിടുക. എന്നതിന് ശേഷം ഞാനൊരു 6 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3.25 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ മുകളിലേക്കും ഒരു 3.25 ഇഞ്ച് വീതി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരെ താഴത്തേക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. 3.25 താഴത്തേക്കും 3.25 മുകളിലേക്കും. വീനേക്കാകുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ നോർമൽ ചുരിദാറിന് കഴുത്ത് 3 എടുക്കുക. ഇപ്പോൾ വീനേക്കായതുകൊണ്ട് നമുക്ക് 3.25 എടുക്കണം കേട്ടോ, കാരണം കഴുത്തല്ലെങ്കിൽ നന്നായിട്ട് കുരുങ്ങിപ്പോവും. എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് സ്കെയിൽ വെച്ചുകൊണ്ട് നേരെ ഇതേപോലെ വി ആയിട്ട് ഷേപ്പ് വരച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ വരച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിന് ആ സ്കെയിലിൻ്റെ വീതിയിൽ തന്നെ അപ്പുറത്തേക്ക് ഒരു വര മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം അതാണല്ലോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് താഴെ എത്തിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ അടുത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടിവശത്തേക്ക് ഇതേപോലെ ഒന്ന് നേരെ വരച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ച് വെട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുക. ഇനി നമുക്ക് ഒരു സൈഡിലാണ് ഇതിന് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാർക്ക് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുക്കേണ്ട, നമ്മൾ തുണിയിൽ അടിച്ചതിന് ശേഷം വെട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് മാർക്ക് കിട്ടാനായിട്ട് ഈ ആദ്യം വരച്ച മുകളിൽ കൂടെ തന്നെ ഒന്നുകൂടി നമുക്കൊന്ന് അമർത്തി വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ വരയുടെ അടയാളം അപ്പുറത്തെ സൈഡിലേക്ക് വരും. അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ മടക്കി വരച്ചത് കൊണ്ടാണ് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് വര വരില്ല. അപ്പോൾ അത് ഇതേപോലെ നമുക്കൊന്ന് സ്കെയിൽ വെച്ചുകൊണ്ട് അമർത്തി വരച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്കും ആ മാർക്ക് വരും. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് നേരെ സെൻറ്ററൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് അടിക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ, വളഞ്ഞ് തിരിഞ്ഞ് പോവാതിരിക്കാനാണ് ഈ സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുത്തത്. ഇനി നമുക്ക് ഇത് വെക്കാനായിട്ടുള്ളൊരു പീസ്, നമ്മൾ സാരിയിൽ നിന്ന് വെട്ടിപ്പോയിട്ടുള്ള കട്ട് പീസ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പീസ് നമ്മളുടെ ഈ ക്യാൻവാസ് വെച്ചുകൊണ്ട് നേരെ ഒന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് ബാക്കി ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നത് നമുക്ക് ക്യാൻവാസിൻ്റെ മുകളിലേക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. ഒരുപാട് തയ്യൽ തുമ്പ് ഇടണ്ട കേട്ടോ, ഒരു 1/2 ഇഞ്ച് ഇട്ടാൽ മതി. ആ ഭാഗമൊക്കെ ഒന്ന് നമുക്ക് വെട്ടിക്കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിനുള്ള പീസും ആയിട്ടുണ്ട്, ക്യാൻവാസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് നമുക്ക് പിന്നെ തുണി വെച്ച് മടക്കി തയ്ച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടാം കേട്ടോ അടുത്ത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.